ഈ വീട്ടിൽ വെച്ച് പ്രസവിക്കുന്നത് എന്തോ ഒരു വലിയ സംഭവമാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുകയും അത് ഞങ്ങളുടെ അവകാശമാണ് എന്നുള്ള രൂപത്തിലുള്ള ഒരു പ്രചരണം വരെ പലപ്പോഴും ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇന്നലെ ഈ സംഭവത്തെ തുടർന്നും കാണുകയുണ്ടായി. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആശുപത്രികളോടുള്ള ഒരു വൈമുഖ്യം, അല്ലെങ്കിൽ ഡോക്ടർമാരോടുള്ള, അല്ലെങ്കിൽ മോഡേൺ മെഡിസിനോടുള്ള ഒരു വൈമുഖ്യം വരാനുള്ള ഒരു കാരണം എന്തായിരിക്കും? അതുമാത്രമല്ല, ഇപ്പോൾ പലപ്പോഴും ഈ മൃഗങ്ങളൊക്കെ ആശുപത്രിയിൽ പോയിട്ടല്ലല്ലോ പ്രസവിക്കുന്നത്. അതല്ലെങ്കിൽ ഇത്രയും ഇപ്പോൾ നമ്മുടെ ഒരു കഴിഞ്ഞ ഉപ്പയുടെ വല്യപ്പയുടെയൊക്കെ കഴിഞ്ഞ തലമുറ വരെ വീട്ടിൽ വെച്ചല്ലേ പ്രസവിച്ചത് തുടങ്ങിയ ചില വാദങ്ങളൊക്കെ നിരത്തിയാണ് ഇങ്ങനെയുള്ളവർ തങ്ങൾക്ക് അനുകൂലമായ വാദങ്ങൾ പ്രകടിപ്പിക്കുന്നതായി കാണാറുള്ളത്. ഇതിന് എങ്ങനെയാണ് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കും? ശരിയാ. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് വീട്ടിൽ നിന്ന് പ്രസവിക്കാം എന്ന് പറയുന്ന കുറേയധികം ടീംസ് നമ്മുടെ നാട്ടിൽ തന്നെ കുറേയധികം അശാസ്ത്രീയമായ രീതിയിലുള്ള പ്രാക്ടീസസ് കൊണ്ടുവരുന്ന കുറേ ടീമുകൾ നമുക്ക് കാണാൻ പറ്റും. അക്യുപങ്ചർ ചികിത്സ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രസവം സ്വന്തമായിട്ട് എടുക്കാൻ പഠിച്ചു എന്ന് പറയുന്ന ഏതൊക്കെയോ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് സർട്ടിഫൈഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെയുള്ള കുറേ ടീമുകളെ കാണാൻ പറ്റും. ഇവരൊക്കെ പറയുന്ന ഒരു വാദങ്ങളുണ്ട്. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറേ വാദങ്ങളാണ് ഇവർ കൊണ്ടുവരുന്നത്. അതിൻ്റെ ബാക്കിലുള്ള സയൻറ്റിഫിക് പ്രൊസീജിയേഴ്സോ കാര്യങ്ങളോ ഒന്നും അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സിമ്പിളായിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, മിക്കവാറും ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഈ പ്രസവം എന്ന് പറയുന്നത് ലോകമുണ്ടായ സമയത്ത് മുതലേ ഉള്ള ഒരു സംഭവമാണ്, രോഗമല്ല. അതൊരു നോർമലായിട്ടുള്ള ഒരു സംഭവമാണ്, അത് നാച്ചുറൽ പ്രോസസ്സാണ്. എന്തിനാണ് അതിനെ ഒരു രോഗമായി പർവ്വതീകരിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ആദ്യം തന്നെ അവർ എല്ലാവരുടെയും മുന്നിലേക്ക് ഇടുന്നത്. ഈ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ എല്ലാവരും വിചാരിക്കും, ശരിയാണ്, ഇതൊരു നോർമൽ സംഭവമല്ലേ, പണ്ടുള്ളവരെല്ലാം നോർമലായിട്ട് പ്രസവിച്ചതാണല്ലോ, എൻ്റെ ഉമ്മയും എൻ്റെ വല്യമ്മയും ഒക്കെ വീട്ടിൽ നിന്ന് പ്രസവിച്ചവരല്ലേ, അവർക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നുള്ള രീതിയിലുള്ള ഒരു തോട്ട് പ്രോസസ്സാണ് ആദ്യം ഇവർ പ്രൊവോക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സ് വരുന്നതോടുകൂടി ശരിയാണ്, എനിക്കും വീട്ടിൽ പ്രസവിക്കാമെന്നുള്ള തോട്ട് ആദ്യമേ ഉണ്ടാകുന്നു. അതിൻ്റെ ശേഷം സ്യൂഡോ കോൺഫിഡൻസ് അവർക്ക് ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല, നമുക്കെല്ലാം ശരിയാക്കാം, ഈ പറയുന്ന പ്രക്രിയയുടെ ഒന്നും ആവശ്യമില്ല, പണ്ടുള്ളവരൊക്കെ ഇങ്ങനെ പ്രസവിച്ചിട്ടുണ്ട്, മൃഗങ്ങൾ ഇങ്ങനെ പ്രസവിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നു. ശരിയാണ്, മുമ്പുള്ളവരും വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലുകളും സെറ്റപ്പുകളും എല്ലാം കഴിഞ്ഞ 100 വർഷത്തിൻ്റെ ഉള്ളിലാണ് വന്നത് എന്നുള്ളത് സമ്മതിക്കുന്നു. എന്നാൽ നമുക്ക് കുറച്ച് ഡാറ്റ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ 1990 2020 തമ്മിലുള്ള ഏകദേശം 30 വർഷത്തെ ഗ്യാപ്പിൻ്റെ ഇടയിലുള്ള 2 ഡാറ്റകൾ നമുക്ക് നോക്കാം. 2 കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ പറഞ്ഞു, കുറച്ച് മുമ്പേ ഞാൻ പറഞ്ഞു, പ്രസവം എന്ന് പറയുന്നത് 2 ജീവനുകളെ വെച്ച് കളിയാണ്. ഒന്ന് ഈ പ്രസവിക്കാൻ പോകുന്ന മാതാവ്, 2 ഈ കുട്ടി. ഇതിൽ ഓരോ പ്രസവത്തിലും എത്ര അമ്മമാർ മരണപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ എത്ര കുട്ടികൾ മരണപ്പെടുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കെല്ലാം ഗവൺമെൻറ് എടുക്കുന്നുണ്ട്. 1990 കണക്കുകൾ നോക്കുകയാണെങ്കിൽ മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അഥവാ 100,000 അമ്മമാർ പ്രസവിക്കുന്ന സമയത്ത് എത്രത്തോളം അമ്മമാർ ഇതിൽ മരണപ്പെട്ടു, പ്രസവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ കൊണ്ട് എത്ര പേര് മരണപ്പെട്ടു എന്നുള്ള കണക്കാണ് മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്. 1990 മറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് 550 ആണ്. 100,000 അമ്മമാർ പ്രസവിക്കുന്ന സമയത്ത് അതിൽ 550ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എന്നാൽ 2020 കണക്ക് നോക്കുമ്പോൾ അത് 97 എന്ന് പറയുന്ന വളരെയധികം കുറഞ്ഞ ഒരു റേറ്റിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. ഇനിയും കുറേ എണ്ണം നമുക്ക് കുറക്കാൻ പറ്റും. അപ്പോൾ ഈ 97 പെട്ട ഒന്നാണ് ഇപ്പോൾ സംഭവിച്ച ഒന്ന്. ഇങ്ങനെയുള്ള മാൽ പ്രാക്ടീസസും ബാക്കി പ്രാക്ടീസസും എല്ലാം ലോകത്ത് ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പോൾ ഞാൻ പറഞ്ഞ കണക്ക് ഇന്ത്യയുടെ കണക്കാണ്, ഇന്ത്യയിൽ പല സ്ഥലത്തും ഇപ്പോഴും നടക്കുന്നുണ്ട്. മാത്രമല്ല, ചില സമയങ്ങളിൽ നമുക്ക് ഈ പറഞ്ഞ എല്ലാ സെറ്റപ്പുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പോലും ചില മരണങ്ങൾ നമുക്ക് തടുക്കാൻ പറ്റാത്തതായിരിക്കാം, അല്ലെങ്കിൽ നമുക്കുള്ള ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ വെച്ചിട്ട് അതിനെ തടയാൻ പറ്റാത്തതായിരിക്കും. അങ്ങനെയും ചോദിക്കാറുണ്ട്, വീട്ടിൽ നിന്ന് മരിക്കുന്നവരെ കണക്കെടുക്കുന്നവർക്ക് എന്താ ഹോസ്പിറ്റലിൽ നിന്ന് ഹോസ്പിറ്റലിലെ കണക്ക് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാത്തിനെയും പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യത്തെ, നമുക്ക് ഒരു ജീവനെ രക്ഷിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കേണ്ടത്. ഇവിടെ 85% നമുക്കൊരു ഡിക്രിമെൻറ്റ് കഴിഞ്ഞൊരു 30 വർഷത്തിനിടയിൽ കൊണ്ടുവരാൻ പറ്റിയത്. ആ 85% എന്ന് പറയുന്നത് എത്രത്തോളം ആളുകളുടെ ജീവനാണ്. ഈ 1,00,000 എന്ന് പറയുന്ന ഈ ഒരു വാല്യൂയെ നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പോപ്പുലേഷനിലേക്ക് വളർത്തിക്കൊണ്ടുവരുമ്പോൾ എത്രയോ ജീവനുകൾ നമുക്ക് അവിടെ രക്ഷപ്പെടുത്താൻ പറ്റുന്നുണ്ട്. ആ ജീവനുകളുടെ കണക്ക് നോക്കിയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയല്ലേ നല്ലത് എന്നുള്ള ഒരു ചിന്തയാണ് നമുക്ക് വരേണ്ടത്. ഇനിയിപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കുകയാണെങ്കിൽ, കുട്ടികൾ മരണപ്പെട്ടതിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ, 1000 കുട്ടികൾ ജനിക്കുന്ന സമയത്ത് ഏകദേശം 80ഓളം കുട്ടികൾ മരണപ്പെട്ടു എന്നുള്ള കണക്കായിരുന്നു 1990 ഉണ്ടായിരുന്നത്. അത് 27 നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികളുടെ കണക്കാണെങ്കിലും അമ്മമാരുടെ കണക്കാണെങ്കിലും നമുക്കിത് കുറച്ച് വരാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഡാറ്റ ഒന്നും വേണ്ട,
ഈ പറയുന്ന ഡാറ്റയൊന്നും നിങ്ങൾക്കിപ്പോൾ വായിക്കാനൊന്നും സമയമില്ലെന്ന് വിചാരിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ ഉമ്മമാരോട് അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളോട് അവരുടെ മേലെയുള്ള ഒരു ജനറേഷനോട് ചോദിച്ചു നോക്കുക, നിങ്ങൾക്ക് എത്ര മക്കളുണ്ടായിരുന്നു? മിക്കവാറും എല്ലാവരും പറയും എനിക്ക് 10 കുട്ടികളുണ്ടായിരുന്നു. ആദ്യത്തെ 2 കുട്ടികളിൽ ഒരാൾ ജനിച്ച അപ്പം തന്നെ മരണപ്പെട്ടു, ഒരാൾ ജനിച്ചൊരു 10 ദിവസം കഴിഞ്ഞപ്പോൾ മരണപ്പെട്ടു. വളരെ ലാഘവത്തോടു കൂടി അതൊരു നോർമലാണ് എന്നുള്ള രീതിയിലാണ് നമ്മളുടെ ഒരു 2 ജനറേഷൻസ് മേലെയുള്ള ആളുകളോട് നമുക്ക് ചോദിച്ചാൽ കിട്ടുന്നത്. കൂടുതൽ ഡാറ്റ അനാലിസിസ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്കിത് കിട്ടും. എന്നാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് നമ്മളുടെ കണ്ടംപററിയിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കുക, എത്രത്തോളം ആളുകളിൽ കുട്ടികൾക്ക് അങ്ങനെ മരണപ്പെടുന്നുണ്ട്, എത്ര മാതാപിതാക്കൾ അങ്ങനെ മരണപ്പെടുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അതൊക്കെ വളരെയധികം കുറഞ്ഞ ഒരു രീതിയിലേക്ക് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റിയത് ഈ പറഞ്ഞ ഹോസ്പിറ്റൽ സിസ്റ്റവും അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും കൊണ്ടാണ്. അപ്പോൾ അതിനെ കൂടുതൽ ആശ്രയിച്ച് കുറേ സൗകര്യങ്ങൾ നമ്മൾക്കുണ്ടാകുമ്പോൾ അതിനെ യൂസ്ഫുൾ ആക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് വേണ്ടത്. ഇതിനെ കൂട്ടിച്ചേർത്ത് എനിക്ക് പറയാനുള്ളത്, കുറേ ആളുകൾ ഇപ്പോൾ നമ്മൾ ഡോക്ടർമാർ എന്ത് പറയുകയാണെങ്കിലും എല്ലാവരും പറയുന്ന ഒരു സാധനമാണ് മരുന്ന് മാഫിയ, അതുപോലെ തന്നെ ഡോക്ടർ മാഫിയ എന്ന് പറയുന്ന ഒരു സിസ്റ്റം. ഈ പറയുന്ന ആളുകൾ തന്നെ ഈ പറഞ്ഞ വീട്ടിൽ നിന്ന് പ്രസവിക്കാമെന്ന് പറയുന്ന അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന അക്യുപങ്ക്ചർ പോലത്തെ കുറേ ബാക്കി സ്യൂഡോ സയൻസുകളൊക്കെ അവരെല്ലാം പറഞ്ഞു വെക്കുന്ന വേറൊരു കാര്യമാണ്, ബാക്കിയുള്ള മോഡേൺ മെഡിസിനും അല്ലെങ്കിൽ ബാക്കിയുള്ള മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്നവരെല്ലാം നിങ്ങൾക്ക് നിങ്ങളെ ഒരു ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആളുകളാണെന്നുള്ളത്. അപ്പോൾ അവരോട് ഞാൻ പറയുന്നത്, നിങ്ങൾ ചൂഷണം ചെയ്യാനെന്നുള്ള രീതിയിൽ തന്നെ അങ്ങനെ വിശ്വസിച്ചോളൂ. എന്നാലും ഞാൻ ചോദിക്കുന്നു, ഗവൺമെൻറ് സിസ്റ്റംസ് ഇല്ലേ? നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സിസ്റ്റംസ് ഉണ്ട്. ഏത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാലാണ് നിങ്ങൾക്ക് പ്രസവിക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ വാങ്ങുന്നത്? പൈസ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് പ്രസവിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറേ സൗകര്യങ്ങൾ എല്ലാ ഗവൺമെൻറ് സ്കീമുകളിലുണ്ട്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കുറേയധികം സ്കീമുകൾ ഇപ്പോൾ ഈ ഗർഭിണികൾക്കും അതുപോലെ തന്നെ നവജാത ശിശുക്കൾക്കും വേണ്ടിയിട്ടുള്ള എത്രയോ അധികം സ്കീമുകളുണ്ട്. പ്രധാനമന്ത്രി മാതൃത്വ വന്ദന യോജന എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്കീമിൽ ആദ്യമായിട്ട് പ്രസവിക്കുന്ന ഒരാൾക്ക് ഹോസ്പിറ്റലിൽ വന്ന് പ്രസവിക്കുന്നു എന്നുള്ള രീതിയിൽ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 5000 രൂപ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു സ്കീം വരെയുണ്ട്. അങ്ങനെ പല എത്രത്തോളം കുറേയധികം സ്കീമുകൾ ഇന്ത്യ രാജ്യത്തുണ്ട്. അപ്പോൾ അതിനെ ഒന്നുകുറിച്ച് കൂടുതൽ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ ആ ഒരു സ്കീമും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാട്ടിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾ ഇങ്ങോട്ട് വന്ന് ഇവിടെ പ്രസവിച്ചാൽ നിങ്ങൾക്ക് 5000 രൂപ അങ്ങോട്ട് തരാമെന്ന് പറയുന്നത് ഒരു ചൂഷണമാണോ? അത് ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ടാണോ ഇത് ചെയ്യുന്നത്, അതോ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.